ഖമഖനി പീപ്പിൾ, ഇന്ന് ഞങ്ങൾ കാണാൻ വന്നിരിക്കുന്നത് ജൈസൽമേറുള്ള ബഡാബാഗും പിന്നെ കുൽദാര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോണ്ടഡ് വില്ലേജും ആണ് കേട്ടോ. ബഡാബാഗ് പ്രത്യേകിച്ചൊന്നുമില്ല, സെനറ്റോപ്സ് ആണ്. മെമ്മോറിയൽ പോലെ മരിച്ചുപോയ രാജാക്കന്മാർക്കുള്ള ഒരു മെമ്മോറിയൽ സ്ഥലമാണ്. സെനറ്റോപ്സ് ആയിട്ടാണ് അവരത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. കാണാൻ നല്ല ഭംഗിയാണ്, ഒരു ഫോട്ടോ സ്പോട്ടാണ്. നിങ്ങൾക്ക് ഇവിടെ ഫോട്ടോസ് ഒക്കെ എടുത്താൽ നല്ല ഭംഗിയുണ്ടാവും. ബിക്കോസ് ഓഫ് ദ ഗോൾഡൻ ലൈറ്റിംഗ്, പിന്നെ യെല്ലോ സ്റ്റാൻഡ് സ്റ്റോണും ബാക്ക്ഗ്രൗണ്ടിൽ വിൻഡൽസ് ഒക്കെ വരുന്നതുകൊണ്ട് ആ ഒരു ഭംഗിയുണ്ട്. പക്ഷെ അല്ലാണ്ട് പ്രത്യേകിച്ച് ഒരു ഇതുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. ഞങ്ങൾ പോയപ്പോൾ വിൻ്ററിൻ്റെ സ്റ്റാർട്ടിംഗ് ആയതുകൊണ്ട് ഭയങ്കരമായിട്ട് ചൂടെടുത്തില്ല കേട്ടോ. പക്ഷേ യൂഷ്വലി ഈ സ്ഥലത്ത് ജൈസൽമേർ എസ്പെഷ്യലി ഭയങ്കര ചൂടാണ്. ഒബ്വിയസ്ലി ഡെസേർട്ട് ഏരിയ ആണല്ലോ, താറാണല്ലോ. പക്ഷേ വിൻ്ററിൻ്റെ ബിഗിനിങ് ആയതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് നല്ല ചൂടുണ്ടായിരുന്നു. ഇത് കുൽദാരയാണ്. ഇതൊരു അബാൻഡൻഡ് വില്ലേജ് ആണ്. കുറേ നാളുകൾക്ക് മുമ്പ് രാത്രിക്ക് രാമായണം എന്ന് പറഞ്ഞ പോലെ ആ എൻറ്റയർ വില്ലേജിലെ ആൾക്കാർ എങ്ങോട്ടേക്കോ പോയി കളഞ്ഞു. പിന്നെ അവിടുത്തെ ആൾക്കാർ എവിടെ പോയെന്നോ എങ്ങോട്ട് പോയെന്നോ ഒന്നും ആർക്കും അറിയില്ല. അബാൻഡൻഡ് ആണ്, ഹോണ്ടഡും ആണെന്നാണ് പറയുന്നത്. ഇവിടെ കുറച്ച് പാരനോർമൽ ആക്ടിവിറ്റീസ് നടക്കുന്നതായിട്ട് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. ഞങ്ങളവിടെ പോയപ്പോൾ ഒരുപാട് ആളുകൾ ഉണ്ടായതുകൊണ്ട് അങ്ങനത്തെ ഒരു ഈറി ഫീലിംഗ് ഒന്നും തോന്നിയില്ല. പിന്നെ നമ്മളാരും ഒറ്റയ്ക്ക് വരാത്തതുകൊണ്ട് അങ്ങനെ കോൺഫിഡൻ്റ് ആയിട്ട് ഒന്നും ഇല്ലാന്ന് പറയാൻ പറ്റില്ല കേട്ടോ. ലോജിക്കലി വരൾച്ച കാരണം പിന്നെ ഇവിടുത്തെ രാജാവിൻ്റെ ഏതോ ബടന്റെ ശല്യം കാരണം പോയെന്നാണ് കേട്ടത്. ഡെസേർട്ട് സഫാരി കാണാനായിട്ട് സ്റ്റേ ട്യൂൺ.